അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ 198-ാമത്തെ വചനം മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിൻ റബ്ബിക്കും ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം വദ്കുറൂഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനൽ ളാല്ലീൻ. ലൈസ അലൈക്കും, നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ ലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങളുടെ മേൽ കുറ്റമില്ല. അൻ തബ്തഗൂ ഫദ്ലൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഔദാര്യം തേടുന്നതിൽ, അനുഗ്രഹം തേടുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല. ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ, അറഫാത്തിൽ നിന്നും നിങ്ങൾ മടങ്ങിയാൽ, ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം, ഇൻദൽ മശ്അരിൽ ഹറാം, മശ്അറുൽ ഹറാമിൽ വെച്ച്. വദ്കുറൂഹു, അവനെ നിങ്ങൾ ഓർക്കുവിൻ, കമാ ഹദാക്കും, നിങ്ങൾക്ക് അവൻ മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ. വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനൽ ളാല്ലീൻ, നിശ്ചയം നിങ്ങൾ അതിനു മുമ്പ് വഴിവീഴ്ചവരിൽപ്പെട്ടവരായിരുന്നു. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള അനുഗ്രഹം തേടുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. എന്നാൽ നിങ്ങൾ അറഫാത്തിൽ നിന്നും മടങ്ങിയാൽ മശ്അറുൽ ഹറാമിൽ വെച്ച് അള്ളാഹുവിനെ ഓർക്കണം. അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് അവനെ ഓർക്കണം. ഇതിനു മുമ്പ് നിങ്ങൾ വഴിവിഴച്ചവരിൽപ്പെട്ടവരായിരുന്നല്ലോ. ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. ثم أفيضوا من حيث أفاض الناس, ജനങ്ങൾ മടങ്ങുന്ന സ്ഥാനത്ത് വെച്ച് നിങ്ങളും മടങ്ങുകയും, വസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് മാപ്പിന് അപേക്ഷിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. ജനങ്ങൾ മടങ്ങുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ മടങ്ങുകയും അള്ളാഹുവിനോട് മാപ്പിന് അപേക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. വഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅകും ഔ അശദ്ദ ദിക്റാ ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ഫൈദാ ഖളൈതും മനാസികക്കും, അങ്ങനെ നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, കദിക്രിക്കും ആബാഅക്കും, നിങ്ങൾ സ്വന്തം പിതാക്കളെ ഓർത്തതുപോലെ, ഔ അശദ്ദ ദിക്റാ, അല്ല അതിലും ഗാഢമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഫമിനൻ നാസി, മനുഷ്യരിലുണ്ട്, മൻ ചിലര്, യഖൂലു, അവർ പറയും, റബ്ബന ആതിനാ ഫിദ്ദുനിയാ, ഞങ്ങളുടെ രക്ഷിതാവേ ദുനിയാവിൽ ഞങ്ങൾക്കുള്ളത് തന്നേക്കണേ എന്ന്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഇല്ല. അങ്ങനെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വന്തം പിതാക്കളെ നിങ്ങൾ ഓർക്കുന്നത് പോലെ അല്ല, അതിലും ഗാഢമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. എന്നാൽ ഞങ്ങളുടെ രക്ഷിതാവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ തരണമേ എന്ന് പറയുന്നവരായി മനുഷ്യരിൽ ചിലരുണ്ട്, അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഇല്ല.
മിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വമിൻഹും ജനങ്ങളിലുണ്ട് മൻ യഖൂലു പറയുന്ന ചിലരുണ്ട് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന ഞങ്ങളുടെ രക്ഷിതാവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലത് നൽകണമേ. വഫിൽ ആഖിറതി ഹസന പരലോകത്ത് ഞങ്ങൾക്ക് നല്ലത് നൽകണമേ. വഖിന അദാബന്നാർ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പറയുന്ന ചിലരും ജനങ്ങളിലുണ്ട്. ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീഹലോകത്ത് നല്ല നൽകണമേ, പരലോകത്തും നല്ലത് നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നവരും അവരിലുണ്ട്. ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. ഉലൈക കൂട്ടരെ ലഹും നസീബും മിമ്മാ കസബു തങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വലിയ ഭാഗ്യം അവർക്കുണ്ട്. വല്ലാഹു സരീഉൽ ഹിസാബ് അല്ലാഹു ശീഘ്രമായി വിചാരണ ചെയ്യുന്നവനുമാകുന്നു. തങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വലിയ ഭാഗ്യം അവർക്കുണ്ട്. അള്ളാഹു അതിവേഗം വിചാരണ ചെയ്യുന്നവനാകുന്നു. അദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅ്ദൂദാത്ത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖാ വത്തഖുല്ലാഹ വഅലമൂ അന്നകും ഇലൈഹി തുഹ്ശറൂൻ. വദ്കുറുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. ഫി അയ്യാമിൻ മഅ്ദൂദാത്തിൻ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ. ഫമൻ തഅജ്ജല ഇനി ആരെങ്കിലും ധൃതിപ്പെട്ടാൽ ഫി യൗമൈനി ആ 2 ദിവസങ്ങളിൽ ഫലാ ഇസ്മ അലൈഹി അവൻ്റെ മേൽ കുറ്റമില്ല. ഫമൻ തഅഖറ ഇനി ആരെങ്കിലും പിന്തിച്ചാലോ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖാ ഫലാ ഇസ്മ അലൈഹി അവനും കുറ്റമില്ല. ലിമൻ ഇത്തഖാ ഇത് സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ്. വത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅലമൂ നിങ്ങൾ അറിയണം അന്നകും ഇലൈഹി തുഹ്ശറൂൻ നിശ്ചയം നിങ്ങൾ എല്ലാവരും തന്നെ അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. ഏതാനും ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവെ ഓർക്കണം. എന്നാൽ ആരെങ്കിലും 2 ദിവസങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ തീർത്ത് മടങ്ങാൻ തിരക്കാക്കിയാൽ അവന് യാതൊരു കുറ്റവുമില്ല. ആരെങ്കിലും താമസിച്ചാൽ അവനും കുറ്റമില്ല. ഇത് സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാകുന്നു. നിങ്ങൾ അല്ലാഹുവെ ഭയപ്പെടുകയും അവങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام. ومن الناس ജനങ്ങളിലുണ്ട് മൻ ചിലർ യുജിബുക കൗലുഹു അവരുടെ വാക്കുകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ബിൽ ഹയാത്തി ദുനിയ ദുന്യവിയായ ജീവിതത്തിൽ. വയുഷിഹിദുല്ലാഹ അവൻ സാക്ഷിയാക്കും അലാ മാഫി കൽബി തൻ്റെ ഹൃദയത്തിലുള്ള ഒന്നിൻ്റെ മേൽ. ബഹുവ അവനാണെങ്കിലോ അലദ്ദുൽ ഹിസാം ബദ്ധവൈരിയാണ് താൻ. ഐഹിക ജീവിതത്തെക്കുറിച്ചുള്ള സംസാരം താങ്കളെ അത്ഭുതപ്പെടുത്തുകയും ഹൃദയത്തിലുള്ളതിനെ അള്ളാഹുവെ സാക്ഷിയാക്കുകയും ചെയ്യുന്ന ചിലർ മനുഷ്യരിലുണ്ട്. അവരാകട്ടെ ബദ്ധശത്രുക്കളാണ് താൻ. വഇദാ തവല്ലാ സആ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. വഇദാ തവല്ല തിരിച്ചു പോയാൽ സആ ഫിൽ അർളി അവർ ഭൂമിയിൽ പരിശ്രമിക്കും. ലിയുഫ്സിദ ഫീഹ അവിടെ കുഴപ്പമുണ്ടാക്കാനും വയുഹ്ലികൽ ഹർസ വന്നസ്ല
കൃഷിയെയും കന്നുകാലിയെയും നശിപ്പിക്കാനും. അല്ലാഹു ആകട്ടെ ലാ യുഹിബ്ബുൽ ഫസാദ്, കുഴപ്പത്തെ ഇഷ്ടപ്പെടുന്നവനല്ല. തിരിച്ചു പോയാൽ അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും ഉൽപ്പന്നങ്ങളെയും കന്നുകാലികളെയും നശിപ്പിക്കാനും പരിശ്രമിക്കും. അള്ളാഹു കുഴപ്പത്തെ ഇഷ്ടപ്പെടുകയില്ല. ഈ ആയത്തോടു കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം. പരിശുദ്ധ ഖുർആൻ്റെ പ്രചരണ സംബന്ധമായ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്ന അഭ്യർത്ഥനയോടെ നിർത്തട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.